മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 24-25 വാക്യം. St. John's Gospel chapter 20 verses 24 and 25. 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് ഈശോ വന്നപ്പോൾ അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. കർത്താവിനായി പ്രവർത്തിക്കുന്നവർ സമസ്വഭാവക്കാരായിരിക്കണമെന്നില്ല. സ്വഭാവത്തിലും കഴിവിലും വൈവിധ്യമുണ്ടായേക്കാം. അതിനാൽ നാം നമ്മെ തന്നെ മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തി നിരാശരാകരുത്. കർത്താവ് വിവിധ സ്വഭാവക്കാരെയാണ് തന്റെ വേലയ്ക്കായി വിളിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ധ്യാനവാക്യത്തോട് ബന്ധിപ്പിച്ച് പ്രഥമ ശ്രവണത്തിൽ എന്തും വിശ്വസിക്കുന്ന പത്രോസിനെയും വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന തോമസിനെയും കാണുന്നു. പത്രോസ് പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റ ഈശോയിൽ വിശ്വസിച്ചു. തോമസ് ഈശോയെ കാണുന്നത് വരെ വിശ്വസിച്ചില്ല. ഈ രണ്ടാളുകളുടെയും ഈശോ തന്നെ ശിഷ്യ ഗണത്തിൽ ചേർത്തു. ഒരാൾ ഒരടി മുന്നോട്ട് കണ്ടാൽ യാത്രയ്ക്ക് തയ്യാറാകുമായിരുന്നു. മറ്റൊരാൾ അവസാനം വരെ കണ്ടാൽ മാത്രമേ യാത്ര ആരംഭിക്കുകയുള്ളൂ. പത്രോസ് യഹൂദന്മാരുടെ ഇടയിലും തോമസ് ഇന്ത്യയിലെ ഹൈന്ദവരുടെ ഇടയിലും പ്രവർത്തിച്ചു. പത്രോസ് റോമിൽ രക്തസാക്ഷിയായെങ്കിൽ തോമസ് ഇന്ത്യയിൽ രക്തസാക്ഷിത്വ മരണം അനുഭവിച്ചു. ഈശോയുടെ രാജ്യത്തിൽ ഈ രണ്ടാളുകളും പ്രധാനപ്പെട്ട തൂണുകളാണ്. ഇവരെ രണ്ടുപേരെയും കർത്താവിന് ആവശ്യമുണ്ട്. പത്രോസിനെ പോലെ ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിക്കുമ്പോൾ തോമസും പത്രോസിന് സമനായി തീർന്നു. വിഭിന്ന സ്വഭാവക്കാർ ഉയർത്തെഴുന്നേറ്റ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ സമന്മാരായി തീരും. പട്ടാള സേവനത്തിനായി പോകുന്നവർക്കെല്ലാം സ്വന്തം പേരും വീടും നാടും ഭാഷയും മതവും ഒക്കെ ഉണ്ട്. എന്നാൽ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പടയാളികളാണ്. അതുപോലെ ഉയർത്തെഴുന്നേറ്റ് ഈശോയിൽ വിശ്വസിച്ചു കഴിയുമ്പോൾ നാം എല്ലാവരും ഈശോയ്ക്ക് കൊള്ളാവുന്നവരാണ്. ഉയർപ്പിന്റെ ജീവൻ നമ്മെ സമസ്വഭാവമുള്ളവരെ ആക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും ധാരാളമായിട്ടുണ്ടായിരുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.